ഹായ് എല്ലാവർക്കും നമസ്കാരം. അനൂസ് കിച്ചൺ വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു സുഖിയനാണ് ഉണ്ടാക്കുന്നത്. സാധാരണ നമ്മൾ ചെറുപയർ ഉപയോഗിച്ചിട്ടാണല്ലോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് അതിൽ നിന്ന് വ്യത്യാസമായിട്ട് നമ്മൾ നേന്ത്രപ്പഴം ഉപയോഗിച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അത് നമ്മൾ മൈദയല്ല, അതിനു പകരം ഗോതമ്പ് പൊടിയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഒരു പാൻ വെച്ച് അതിലേക്ക് ഇപ്പോൾ ഞാനൊരു പകുതി തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്ര അളവിൽ തേങ്ങ എടുക്കാം കേട്ടോ. ഇനി നമുക്കിതിലേക്ക് കുറച്ച് അവിൽ, ഒരു 1/2 കപ്പോളം അവിൽ മതിയാവും. അവിൽ കൂടെ ഇതിൻ്റെ കൂട്ടത്തിൽ അങ്ങ് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് അങ്ങ് വഴറ്റിയെടുക്കാം. ഭയങ്കര ക്രിസ്പി ആയിട്ടൊന്നും അവിൽ വരണമെന്നില്ല കേട്ടോ. ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കുക, ആ ഒരു രീതിയിൽ കിട്ടിയാൽ മതി. ഇനി നമ്മൾ ചെയ്യുന്നത്, ഞാനിപ്പോൾ 2 നേന്ത്രപ്പഴാട്ടോ എടുത്തിട്ടുള്ളത്. അതുകൂടെ ചെറുതായിട്ട് കട്ട് ചെയ്ത് എടുത്തിട്ടുള്ളത്. നന്നായിട്ട് പഴുത്തതല്ല, നന്നായിട്ട് പഴുത്തതാണെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ അതുപോലെയുള്ള 2 നേന്ത്രപ്പഴമാണ് എടുത്തിട്ടുള്ളത്. അതും കൂടെ ഇതിൻ്റെ കൂട്ടത്തിൽ നമുക്കങ്ങ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇതിൻ്റെ കൂട്ടത്തിൽ മധുരത്തിന് വേണ്ടിയിട്ട് നമ്മളെ സുഖിയൻ്റെ സാധാരണ ശർക്കരയാണല്ലോ ചേർക്കുക. അതേപോലെ തന്നെ ഞാനിപ്പോൾ ശർക്കരയാട്ടോ എടുത്തിട്ടുള്ളത്. ഒരു 2 ആണിയൊക്കെ എടുത്താൽ മതി. പിന്നെ ഓരോരുത്തരുടെ മധുരത്തിനനുസരിച്ചിട്ടും അതേപോലെ തന്നെ പഴത്തിൻ്റെ മധുരത്തിനനുസരിച്ചിട്ടൊക്കെ എടുക്കുക. ഇതിലേക്ക് ഇത് ഒന്ന് മിക്സായി കിട്ടാനും ഒന്ന് ആ ശർക്കരയൊക്കെ ഉരുകി മെൽട്ടായി കിട്ടാനും വേണ്ടിയിട്ട് കുറച്ച് വെള്ളം, ഒരു 1/4 കപ്പോളം വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ അതൊന്ന് അവിലും അതേപോലെ തന്നെ പഴവും ഒക്കെ കൂടെ നന്നായിട്ടൊന്ന് കുഴഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നമ്മൾ കുറച്ച് ഏലക്കായ കൂടെ ഇതുപോലെ ഞാൻ ജസ്റ്റ് ഒന്ന് കൈ വെച്ചിട്ട് തന്നെ അങ്ങ് ചതച്ചിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ ചെയ്തത്. ഒരു 2-3 ഏലക്കായ. അപ്പോൾ ഇതാ നമ്മളെ ശർക്കരയൊക്കെ ഉരുകി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിലേക്ക് അവസാനമായിട്ട് ഞാനിപ്പോൾ തന്നെയാട്ടോ എടുത്തിട്ടുള്ളത്, ഗോതമ്പ് പൊടി തന്നെയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അരിപ്പൊടി ചേർക്കാം. അപ്പോൾ ഞാനിപ്പോൾ കുറച്ച് ഒരു ടേബിൾ സ്പൂൺ ആ ഒരു രീതിയിൽ ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കുക. അതൊന്ന് നമുക്കൊന്ന് കയ്യിൽ പിടിക്കാവുന്ന രീതിയിൽ കിട്ടാൻ വേണ്ടിയിട്ടാട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അത് ചേർത്തിട്ട് ഒന്നങ്ങ് മിക്സ് ചെയ്തിട്ട് ആ ഒരു പച്ച സ്മെല്ല് പോകുന്ന രീതിയിൽ അങ്ങൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ഗ്യാസ് അങ്ങ് ഓഫാക്കാം കേട്ടോ. അപ്പോൾ ഇത്ര മാത്രമേ ഉള്ളൂ. ഇത് നമ്മളെ ഫില്ലിങ് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് ഒന്ന് ചെറുതായിട്ട് ചൂട് തണിഞ്ഞാലാണല്ലോ നമുക്ക് കൈ കൊണ്ട് എടുക്കുന്ന ആ ഒരു രീതിയിൽ കിട്ടുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കിതങ്ങ് മാറ്റി വെച്ചിട്ട് നമുക്കിനി ഇത് ഡിപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു മാവ് തയ്യാറാക്കി എടുക്കണം. അപ്പോൾ അതിനി നമുക്ക് തയ്യാറാക്കി എടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു 1/2 കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മൈദ ഉപയോഗിക്കുക, കുഴപ്പമൊന്നുമില്ല. മൈദ വെച്ചിട്ടാണ് സാധാരണ ചെയ്യുക. ഞാൻ കുറച്ചുകൂടി ഹെൽത്തി ആവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂണ് അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇപ്പം ഞാൻ എടുത്തിട്ടുള്ളത് നമ്മുടെ ഇടിയപ്പത്തിൻ്റെ ഒക്കെ അരിപ്പൊടിയാണ്. പിന്നെ ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടിയാട്ടോ ചേർത്ത് കൊടുത്തത്, അതായത് ആ ഒരു കളറ് കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ കുറച്ചൊരു നുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്നങ്ങ് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് ലൂസാവാൻ പാടില്ല. ആ ഒരു കൺസിസ്റ്റൻസി നോക്കിയിട്ട് വേണം ചെയ്യാനായിട്ട്. അപ്പോൾ ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു പഴം, തേങ്ങ, അവിൽ, ശർക്കര ആ ഒരു മിക്സ് ഇതുപോലെ എടുത്തിട്ട് നമുക്ക് എത്ര വലിപ്പം വേണോ ആ ഒരു വലിപ്പത്തിനനുസരിച്ചിട്ട് എടുക്കുക. എന്നിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു ബാറ്ററിലേക്ക് നന്നായിട്ട് പൊതിഞ്ഞെടുക്കണം കേട്ടോ. അപ്പോൾ നമ്മളെ ബാറ്റർ ഈ ഒരു രീതിയിലാട്ടോ നമുക്ക് കിട്ടേണ്ടത്. ഭയങ്കരമായിട്ട് ലൂസായാൽ നമുക്ക് കറക്റ്റായിട്ട് കിട്ടില്ല. അപ്പോൾ അത് നോക്കിയിട്ട് ചെയ്യാം.
അപ്പോൾ നമ്മൾ എണ്ണ വെച്ചിട്ട് അതിലേക്ക് നമ്മൾ സുഖിയൻ ഓരോന്നായിട്ട് ഇതാ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇങ്ങനെ ഓരോ സൈഡ് 2 സൈഡും നമുക്ക് തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ടിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കണം. അപ്പോൾ മൈദയല്ല ആട്ടയാണ്. അപ്പോൾ കുറേ നന്നായിട്ട് ടൈം എടുക്കുന്നില്ല, എന്നാലും ചെറിയൊരു ടൈം സ്ലോ കുക്കിംഗ് ആ ഒരു രീതിയിൽ ചെയ്താൽ മതി. അപ്പോൾ ഇത് എല്ലാം നമുക്ക് ഇതുപോലെ റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതാ നന്നായിട്ട് കളർ മാറുന്ന വരെ ആക്കി എടുക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു രീതിയിലാവുമ്പോൾ നമുക്ക് എടുക്കാം. അപ്പോൾ അത് റെഡി ആയിട്ടുണ്ട്. അതുപോലെ ഞാൻ ബാക്കിയുള്ളൊക്കെ ഇതുപോലെ റെഡിയാക്കി എടുക്കട്ടെ. അപ്പോൾ ഇതാ നമ്മളെ സുഖിയനൊക്കെ ഇപ്പോൾ ഇതാ നന്നായിട്ട് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. കണ്ടില്ലേ, നമ്മളെ സാധാരണ ചെറുപയർ കൊണ്ടുള്ള ആ രീതിയിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക്സ് അറിയിക്കുക.